നമസ്കാരം. രാജേഷാണേ. ആദ്യമായിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് കേരള പോലീസിനും ഒരു ബിഗ് സല്യൂട്ട്. നമ്മുടെ ഓപ്പറേഷൻ കുബേര വളരെ ഭംഗിയായിട്ട് നടത്തി ഈ മയക്കുമരുന്ന് ലോബിയൊക്കെ പിടിച്ചതിൻ്റെ പേരിൽ ആഭ്യന്തരമന്ത്രിക്കും കേരള പോലീസും സല്യൂട്ട് ചെയ്യാതിരിക്കാൻ ഒക്കില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മുടെ നിയമത്തിനെ വെല്ലുവിളിച്ച ഒരു ഗുണ്ട, കണ്ണൂരുള്ള ആ ഗുണ്ടയെ 24 മണിക്കൂറിനകം പോലീസ് അറസ്റ്റ് ചെയ്തു. അത് വളരെ നല്ല കാര്യമാണ്. കാര്യം നമുക്കിവിടെ നിയമമുണ്ട്. ആ നിയമത്തിനകത്ത് നിന്നേ നമുക്കൊക്കെ ജീവിക്കാൻ ഒക്കുള്ളൂ. ആ നിയമമാണ് നമുക്ക് വലുത്. ആ നിയമത്തിനെ വെല്ലുവിളിക്കുന്ന ഇവനെപ്പോലുള്ള സാമൂഹിക ദ്രോഹികളെ കൽത്തുറങ്കിലടയ്ക്കണം. പിന്നെ വേറെ ഒരുത്തനും കൂടെ ഉണ്ട്. അവൻ്റെ പേര് മാറി. അവൻ ഗൾഫിൽ നിന്നുകൊണ്ട് ഒരു പഞ്ചാബിലെ തലയിൽ ഓട്ടയിട്ടു, ഒരുത്തൻ്റെ കാലിൽ തുളയിട്ടു എന്നൊക്കെ പറയുന്ന ഒരു ഗുണ്ട. ഇതുപോലുള്ള ഗുണ്ടകളൊക്കെ ഒതുക്കണം. ഇത് ഗുജറാത്ത് അവിടെ ആണെങ്കിൽ ആദിത്യനാഥ് സർക്കാരാണെങ്കിൽ വെടിവെച്ച് വന്നേ. ഇവനെയൊക്കെ വെടിവെച്ച് വേണം കൊള്ളാൻ. കാര്യം ഒരു മരത്തിൽ ഇത്തിരി പിടിക്കും പോലെയാണ് യുവമാരും. ഈ സമാധാനമായിട്ട് ജീവിക്കുന്നവന് യുവമാരൊരു ചോദ്യചിഹ്നമാണ്. യുവമാരെ കൊല്ലുക, അതേ ഉള്ളൂ മരുന്ന്. ഇവനെന്ന് നിയമത്തിൻ്റെ കൈ കൊടുത്ത് ഇവനെ വെടിവെച്ച് തന്നെ കൊല്ലണം. കാര്യം അത്ര പോലീസിനെ വെല്ലുവിളിക്കുക, നമ്മളെ നിയമത്തിനെ വെല്ലുവിളിക്കുക, ഇതൊക്കെയാണ് യുവമാർ ചെയ്യണത്. അത് അംഗീകരിക്കാൻ പറ്റുകയല്ല. ഇത് ഒന്ന്. ഇതേപോലെ തന്നെ ഒരു ചേച്ചി ഓട്ടിക്കുന്നു. ഓടിക്കുന്ന ചേച്ചി 40-40 വർഷം കൊണ്ട് അവർ ഓടിക്കുകയാണ്. ഒരു മോൻ മരിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ ഭർത്താവ് കിടപ്പ് രോഗിയാണ്. അപ്പോൾ ആ ചേച്ചിയെ കൊണ്ടാണ് ആ കുടുംബം ജീവിക്കുന്നത്. നിങ്ങൾ CPI, കോൺഗ്രസ്സോ, ഇടതുപക്ഷമോ, BJP ആരോ ആയിക്കോട്ടെ, ഇവിടെ ജീവിക്കാൻ അവർക്കൊരു അവസരമുണ്ട്. അവരെ ആട്ടോ സ്റ്റാൻഡിൽ കയറ്റില്ലെന്നും ആട്ടോ ഓടിച്ച് ജീവിക്കാൻ നോക്കുക. അവർ ജീവിക്കാൻ വേണ്ടിയില്ലേ ആട്ടോ ഓടിക്കുന്നത്. അവരെ കാണുമ്പോൾ തുപ്പുക. അത് CITയുടെ നേതാവാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്നാണ് പറയണത്. ഇത് ഒരു CITയെ പോലുള്ള പ്രസ്ഥാനത്തിന് നല്ലതല്ല. നിങ്ങൾക്ക് പറ്റിയ ജോലിയല്ല അത്. ഒരിക്കലും നിങ്ങളെപ്പോലുള്ള ഇത് ചെയ്യരുത്. കാര്യം നിങ്ങൾ തൊഴിലാളി പ്രസ്ഥാനം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരു തൊഴിലാളിയുടെ കണ്ണീര് കുടിക്കുന്നതാണോ? 47 വയസ്സായ ചേച്ചി കരഞ്ഞുകൊണ്ട് പറയണം. അവർ പറയണത്, അവർ കരയുന്നതിൽ വലിയ സത്യമുണ്ട്. ദൈവം നിങ്ങളെയൊക്കെ വിടില്ല. നിങ്ങൾക്ക് വിചാരിക്കും എന്നും ഈ ആരോഗ്യത്തോടെ സുഖമായി ജീവിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെപ്പോലെ അഹങ്കാരം പിടിച്ചവന്മാരാണ് ഈ പ്രസ്ഥാനത്തിനെ ഇല്ലാതാക്കി ഈ രീതിയിൽ കൊണ്ട് നിർത്തിക്കുന്നത്. നിങ്ങളെപ്പോലുള്ളവന്മാരാണ്. അപ്പോൾ ഇതുപോലുള്ള ഗുണ്ടായുധം കാണിക്കുന്നത്. അവരും ജീവിച്ച് പോട്ട്. അവർ 2 മക്കളെ വളർത്താൻ അവർ കടവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഈ എന്നെ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാം വീഡിയോ ഇറക്കണം. ആ ചേച്ചി പറഞ്ഞ് കരുണ കേട്ടപ്പോൾ ഒരു മനസ്സ് നമുക്ക് സങ്കടം തോന്നും. നമ്മളും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലുള്ള ദുഷ്ടന്മാർ, ഈ CITയുടെ നേതാവിനെ പോലുള്ള ദുഷ്ടന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചു. അവനും നിയമത്തിനെയാണ് വെല്ലുവിളിക്കുന്നത്. അത് MPക്ക് അതിനുള്ള അധികാരമുണ്ട്. MPD ഇതിന് ആക്ഷൻ എടുക്കാം, ആ സ്റ്റാൻഡിൽ ഓട്ടിക്കാം. കേരളത്തിൽ സ്റ്റാൻഡെന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഒരു വാഹനത്തിനും സ്റ്റാൻഡ് ഇന്ത്യയിലില്ല. സ്റ്റാൻഡ് കൊടുത്തിട്ടില്ല. കേരളത്തിലും സ്റ്റാൻഡില്ല. അപ്പോൾ സ്റ്റാൻഡില്ലായിരിക്കുന്ന ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് ആ ചേച്ചി ഓടാൻ നോക്കുന്നത്? അവർ ഇന്ത്യൻ പൗരനാണ്, മലയാളിയാണ്, ഒരു പൗരത്വമുള്ളവരല്ലേ. അപ്പോൾ അവർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെ ഗുണ്ടായുധം, ഈ ഇത് ശരിയുള്ള കാര്യമല്ല. ഒരു വീട് വയ്ക്കുന്നെങ്കിൽ തന്നെ യുവന്മാരെ കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യ. ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ യുവന്മാരെ കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യ. യുവന്മാർ തൊഴിലാളി പാർട്ടി. ഏത് തൊഴിലാളി പാർട്ടി യുവന്മാർ? തൊഴിലാളികളെ ദ്രോഹിക്കുന്ന, പാവങ്ങളെ ദ്രോഹിക്കുന്നവന്മാരാ യുവന്മാരാ തൊഴിലാളി പാർട്ടി. പാവപ്പെട്ടവനെ ദ്രോഹിക്കുന്നതിലേ നീയൊക്കെ ചെയ്യണത്. ആ ചേച്ചി ആട്ടോ ഓടി അവരുടെ കുടുംബത്തിൽ ഒരു അരി വാങ്ങിക്കാൻ അവർ സമ്പാദിക്കും. ആട്ടോ ഓടിയാൽ എന്ത് കിട്ടും? അങ്ങേറ്റം ഒരു ദിവസം ഓടിയാൽ 2000 രൂപയ്ക്ക് ഓടാം, അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ 2500 രൂപയ്ക്ക് ഓടാം. അതിനപ്പുറം ഒന്നും അവർ ഓടാൻ നോക്കില്ല. 2500 രൂപയ്ക്ക് ഓടിയിട്ട് 1000 രൂപ അവർക്ക് കിട്ടും. ബാക്കിയുള്ള വണ്ടിയിൽ തേയ്മാനും ടയർ തേയ്മാനൊക്കെ പോകും. നീയൊക്കെ വല്ലവൻ്റെയും പിരിച്ച് നക്കി തിന്നും പോലെയല്ല. നീയൊക്കെ വല്ലവരും ചെന്ന് കൈ നീട്ടി മറ്റേ പറക്കെ വാരി ചെന്ന് തെണ്ടി തിന്നും പോലെയല്ല അവർ ചെയ്യുന്നത്. അവർ കഷ്ടപ്പെട്ട് മാന്യമായ രീതിയിൽ മറ്റൊരു ജോലി വൃത്തികൾ കാണിക്കാതെ അവർ മാന്യമായ ഒരു ആട്ടോ ഓടിച്ച് ജീവിക്കുന്ന ചേച്ചിയാണ്. ആ ചേച്ചിയെ, എനിക്ക് ആ ചേച്ചി ആരെന്നു പറഞ്ഞുകൂടാ. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇത് നടക്കുന്ന എറണാകുളത്താണ്. അപ്പോൾ ഇത്രയും ദൂരമുണ്ട്. പക്ഷേ എന്നാലും ഈ സമൂഹ മാധ്യമത്തിൽ വന്നുകൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ ഒക്കില്ല കേട്ടാ. നിൻ്റെയൊക്കെ മക്കൾ ഇതുപോലെ നാട്ടുകാരെ പിരിച്ചു പറക്കി തിന്നലട്ടാ ജീവിക്കുന്നത്, നാറികളെ.
എന്നിട്ട് ആ പാവപ്പെട്ട ചേച്ചിയെ ഉപദ്രവിക്കണ. എടാ ഒരു മര്യാദ വേണ്ട. നിന്നെ നേതാവെന്ന് പറയാൻ ഒക്കില്ല. എടാ പോടാൻ നിന്നെ വിളിക്കുന്നത് എന്തെന്നറിയാം. നിന്നെ മര്യാദ പറയാൻ ഒക്കില്ല. ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. ആ സ്ത്രീയെ കരയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നീ കാണിക്കുന്ന ചെറ്റത്തനുണ്ടോ? നീയെ കാണിക്കുന്ന സങ്കടം കൊണ്ട് അവർ പോകുമ്പോൾ കാറ് തുപ്പുക, കല്ലെടുത്തെറിയുക. നിൻ്റെ പെണ്ടാട്ടി നിൻ്റെ അക്കച്ചിയാണ് ഈ ഇതുപോലെ പോയതെങ്കിൽ നിനക്ക് എന്ത് തോന്നൂടാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിന്നെ പോലൊരു ഗുണ്ടയാണ് മറ്റേ ആശുപത്രിയിൽ കയറി, ആറ്റിങ്ങൽ ആശുപത്രിയിൽ കയറി വേല കാണിച്ച ഗുണ്ട. അവൻ കേസെടുപ്പ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടാ. കാണണമെങ്കിൽ ഈ ചേച്ചി അവിടെ ഓട്ടോ ഓടി ജീവിക്കാനുള്ള അവകാശം അവർക്ക് കൊടുക്കണം. ഈ ക്രിമിനലിൽ, ഈ CITയിലെ നേതാവിനെ ഇവനെ അറസ്റ്റ് ചെയ്യുകയും വേണം. ഇവന്മാരൊന്നും അവിടെ ഗുണ്ടകളല്ല. ഇവന്മാർ ആട്ടോക്കാരന്മാർ, ചില ആട്ടോക്കാരന്മാർ, എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ചില ആട്ടോക്കാരന്മാർക്ക് ഇതുപോലെ തന്നെ ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ്. നീ കോൺഗ്രസ് ആയിക്കോ, BJP ആയിക്കോ, ഇടതുപക്ഷം ആയിക്കോ, ഇനി PDP KDP ഏത് ആയാലും ഇവിടെ നിയമ സംവിധാനമുണ്ട്, നിയമത്തിൻ്റെ വരയുണ്ട്. അതിനകത്ത് ചേച്ചി പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം, കോടതിയിൽ പോകണം. ഈ നിയമസഹായം ചെയ്യാൻ ഇപ്പോൾ കോടതിക്ക് പൈസ ഫ്രീ സഹായം ചെയ്യുന്ന ഒരുപാട് അഡ്വക്കേറ്റ്മാരുണ്ട്, നിയമത്തിലുണ്ട്. ഫ്രീ ആയിട്ട് ചേച്ചിക്ക് പൈസ ഇല്ലെങ്കിൽ അഡ്വക്കേറ്റ് കേസ് പറയാനുള്ളത്. ചേച്ചി കോടതി പോയി ചേച്ചി, കോടതി പോയി പോലീസ് ഞങ്ങൾ അവിടെയുള്ള നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ? നീയൊക്കെ എന്ത് നാട്ടുകാരാ? ഒരുത്തിന് ജീവൻ കൊടുക്കണം, ഒരുത്തിനെ ജോലി ചെയ്യാനും അവന് ജീവിക്കാൻ അനുവദിക്കാനുള്ള നാട്ടുകാർ. അല്ലാതെ നാട്ടുകാരെന്ന് പറഞ്ഞിട്ട് ഒരാളിനെ ദ്രോഹിക്കുക എന്നല്ല. ഒരാളുടെ ഇത് തെറ്റ് പറ്റിയ അവനെ തിരുത്തി കൊണ്ടുവരിക, അത് നാട്ടുകാരുടെ ജോലിയാണ്. അല്ല അവനെ ഒറ്റപ്പെടുത്തുക എന്നല്ല. ആ ചേച്ചിയെ നീയൊക്കെ കൂടെ ഒറ്റപ്പെടുത്തുകയല്ല. അതുകൊണ്ട് ആ ചേച്ചിക്ക് എല്ലാ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ആ ചേച്ചിക്ക് വേണ്ടി നിയമപാലകരെ ആ ചേച്ചിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. നമസ്തേ, ഗുഡ് മോർണിംഗ്.